വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂരിലും ഇടുക്കിയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമുണ്ടാകില്ല. സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. 2 ദിവസം കൂടി മഴ തുടരാനാണ് സാധ്യത. അപർണ KS ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും 2 ദിവസം കൂടി ശക്തമായ മഴയുണ്ടാകും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ദീപ്തി, സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിൽ ഉള്ളത്. ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലവിലുള്ളത്. ഈ മേഖലകളിലൊക്കെ തന്നെ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകാനുള്ള സാധ്യതയുമുണ്ട്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിലുള്ളവർ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ ഉണ്ട്. ഈ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പും നിലവിൽ വരുന്നുണ്ട്. മറ്റ് പുഴയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. കാരണം മഴയുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ മേഖലയിലുള്ളവരും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാറി താമസിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. തീരദേശ മേഖലകളിലൊക്കെ അതീവ ജാഗ്രതയുണ്ട്. മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. കൂടാതെ ഇത്തരത്തിൽ ബീച്ചുകളിലും മറ്റും പോകുന്നത് പരമാവധി ഒഴിവാക്കുക. ഇത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണം. മറ്റ് ഔദ്യോഗികമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക ചെയ്യരുത് എന്ന പ്രത്യേക നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കൂടി മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് അല്പം ഒന്ന് ശമനം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇനിയും ശക്തമാകാനുള്ള സാധ്യത കൂടി ഉണ്ട്. വരും ദിവസങ്ങളിൽ കൂടി മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ദീപ്തി, അപർണ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം നേരത്തെ തന്നെ ഈ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും ഒരു വിലക്കാണോ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീരദേശ മേഖലയെ സാരമായി തന്നെ ഈ മഴ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുകയുണ്ടായിരുന്നു. അവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇനിയും കണ്ടെത്താനായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ ഇനിയും ഉണ്ട്. അതിലൊക്കെ പ്രതിഷേധങ്ങളും അടക്കം ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ കാറ്റിന്റെയും ഈ ഉയർന്ന തിരമാലകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഇത്തരത്തിൽ വിലക്കിയിട്ടുള്ളത്. ദീപ്തി,
ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് 8 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരും, ശക്തമായ മഴ തുടരും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.